ഏലൂരിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യങ്ങളാണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് ഒരു പ്രതികരണം വന്നിരിക്കുന്നു. എൻവയോൺമെന്റൽ എഞ്ചിനീയർ സജീഷ് ജോയാണ് ഇപ്രകാരം പ്രതികരിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. അലയൻസ് മെറൈൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് രാസമാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തുകയും ചെയ്തു. നിരീക്ഷണ ക്യാമറകളും പരിശോധിക്കും. ബണ്ട് ഷട്ടറുകൾ തുറന്നുവിട്ടത് ജലസേചന വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിച്ചിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. കണ്ടെത്തിയ കാര്യങ്ങൾ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യം മിനിഞ്ഞാന്ന് വൈകിട്ട് 3 മണി കഴിഞ്ഞിട്ടാണ് ഷട്ടർ ഓപ്പൺ ചെയ്തത്. ഈ ഷട്ടർ ഓപ്പൺ ചെയ്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ആരെയും ഇൻഫോം ചെയ്തിട്ടില്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ അറിയിച്ചിട്ടില്ല. അവർ ഷട്ടർ തുറക്കുകയാണ് ചെയ്തത്. മഴയെ തുടർന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. ഷട്ടർ തുറന്നപ്പോഴത്തേക്ക് ശരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് ഈ ബണ്ടിന്റെ അപ്സ്ട്രീമിൽ വളരെ കുറവാണ്. അത് മിനിഞ്ഞാന്ന് രാവിലെ ഉണ്ടായിരുന്നത് 0.3 ആണ്. മത്സ്യങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 4 എങ്കിലും വേണം, 4 mg/ലിറ്റർ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 2-ൽ കുറവായി കഴിഞ്ഞാൽ ഫിഷ് ഡെത്ത് സംഭവിക്കാവുന്ന ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ആ സ്ഥാനത്താണ് 0.3 മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത വന്നപ്പോൾ ഇത് ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി വെള്ളം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. അത് വെച്ചാൽ ഇത്രയും ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള വാട്ടർ താഴേക്ക് വരുന്നു. അത് മാത്രമല്ല മുകളിലുള്ള ഫ്രഷ് വാട്ടറാണ്, താഴെയുള്ള സലൈൻ വാട്ടറും. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ജൂൺ 8-ാം തീയതി ഈ സെയിം ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന ഇൻസിഡന്റ് അല്ല. ഇത് വർഷങ്ങളായിട്ട്, ഏതാണ്ട് മഴ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഷട്ടർ തുറക്കുമ്പോൾ ഇത് പല വർഷങ്ങളിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ജിജീഷ് കർണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, ഈ രാസമാലിന്യം കലർത്തിയ വെള്ളം അതാണ് ഈ പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണമായി പ്രധാനമായും സംശയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ രാസമാലിന്യമാണെന്ന് സ്ഥിരീകരണമായിട്ടില്ല എന്നത് തന്നെയല്ലേ പറയുന്നത്? പക്ഷേ ഇനിയും റിപ്പോർട്ട് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണോ? തീർച്ചയായും ഇപ്പോൾ എൻവയോൺമെന്റൽ എഞ്ചിനീയർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനി ഉണ്ട് എന്നാണ്. ഇത് രാസമാലിന്യമാണ് എന്നത് സംബന്ധിച്ച് നിലവിൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ രാസമാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തിയ സ്ഥാപനങ്ങളുണ്ട്. ഒന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം പറയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ തന്നെയാണ് മറുഭാഗത്ത് ശക്തമായ പ്രതിഷേധവും ശക്തമാകുന്നത്. ഈ മത്സ്യക്കുരുതി നിരവധി മത്സ്യ കർഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അവരെ വലിയ തോതിൽ പ്രതിസന്ധിയിലും ദുരിതത്തിലുമാക്കിയ ഒരു സംഭവം തന്നെയാണ്. ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വീഴ്ചയാണ്. ആദ്യമായിട്ടല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും കർശനമായ ഒരു നടപടിയോ പരിശോധനകളോ മലിനീകരണ നിയന്ത്രണ ബോർഡ് എടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏലൂരിലെ ഓഫീസ് ഇപ്പോൾ ഏലൂർ നഗരസഭയിലെ കൗൺസിലർമാർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി എത്തുകയും എല്ലാം ചെയ്തു. ഇപ്പോഴും DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറുമായി സംസാരിക്കുകയാണ്. ഇതിനിടയിലാണ് അദ്ദേഹം പറഞ്ഞത് ഏലൂരിലെ മത്സ്യക്കുരുതിയിൽ രാസമാലിന്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നിപ്പോൾ പറയാൻ കഴിയില്ല എന്ന്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അന്വേഷണമാണ് നടത്തേണ്ടത് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. മാത്രമല്ല അലയൻസ് മറൈൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് രാസമാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറകളും ഇക്കാര്യത്തിൽ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ബണ്ട് ഷട്ടറുകൾ തുറന്നുവിട്ടത് ജലസേചന വകുപ്പാണ്. ഇക്കാര്യങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഇത്തരത്തിൽ ബണ്ട് ഷട്ടറുകൾ തുറക്കുന്ന ഘട്ടത്തിൽ അത് ബന്ധപ്പെട്ട മലിനീകരണ നിയന്ത്രണ ബോർഡിനെ കൂടി അറിയിക്കേണ്ടതാണ്. ഇത് അത്തരത്തിൽ അറിയിച്ചിട്ടില്ല. ഇതും ഈ ഒരു മത്സ്യക്കുരുതിക്ക് ഒരു കാരണമായിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ചിലപ്പോൾ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ആയിരിക്കാം ഇത്തരത്തിൽ ജലസേചന വകുപ്പിനെ പെട്ടെന്ന് ബണ്ട് തുറന്നുവിടാൻ കാരണമായത് എങ്കിൽ കൂടി അക്കാര്യം മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിക്കേണ്ടതായിരുന്നു എന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ കണ്ടെത്തിയ കാര്യങ്ങൾ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നും അനാലിസിസ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നാൽ മാത്രമാണ് അന്തിമമായി ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. രാസമാലിന്യങ്ങൾ ഒഴുക്കുന്ന കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഒരു ആവശ്യമാണ് കൗൺസിലർമാർ ഉയർത്തുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അവർ രാവിലെ മുതൽ തന്നെ നടത്തുകയും ചെയ്യുന്നത്. ഇതേ ഘട്ടത്തിൽ തന്നെ മറുഭാഗത്ത് കൂടുതൽ മത്സ്യ തൊഴിലാളി സംഘടനകൾ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഈ മത്സ്യക്കുരുതിയെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഏലൂരിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പെരിയാറിൽ പാതാളം ഷട്ടറിന് സമീപം മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിലുള്ള വീഴ്ച ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് പ്രതിഷേധം ശക്തമാവുകയും ചെയ്യുന്നത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ആവർത്തിക്കുന്ന മത്സ്യക്കുരുതിക്ക് ഒരു ശാശ്വത പരിഹാരം എന്നത് തന്നെയാണ് പരിസ്ഥിതി സംഘടനകൾ അടക്കം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഈ തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു ഇത്തരത്തിൽ മീനുകൾ ചത്തുപോകുന്നത് നാട്ടുകാർ ആദ്യം കണ്ടത്. ചെമ്പല്ലിയും
കരിമീനും അടക്കം വളർത്തുന്ന മീനുകളെല്ലാം തന്നെ ചത്തുപൊങ്ങിയതോടെ മത്സ്യ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തോതിൽ തകർന്നു പോവുകയായിരുന്നു. ഒറ്റയടിക്ക് അവരുടെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോവുകയും ചെയ്തു. ഈ സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ജില്ലാ കളക്ടർ NSK ഉമേഷ് ഉത്തരവിടുന്ന അതേ ഘട്ടത്തിൽ പോലും ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ ഏതെങ്കിലും ശക്തമായ നടപടികൾ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിന് കാരണം. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഇറിഗേഷൻ, വ്യവസായ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, വാട്ടർ അതോറിറ്റി, ഫിഷറീസ് വകുപ്പ് പ്രതിനിധികളെ ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ കമ്മിറ്റി ഒരാഴ്ചക്കകം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകണമെന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രദേശം വ്യവസായ മേഖലയായതിനാൽ പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കിവിട്ടതിന്റെ ഫലമാണ് എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. രജീഷ്, ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രാഥമിക ഇത് ബാധിച്ചിരിക്കുന്നത് 3 പഞ്ചായത്തുകളെയാണെന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. അതിൽ വരാപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്രകാരം മത്സ്യങ്ങൾ ചത്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ചേരാനെല്ലൂർ, കടമക്കുടി എന്നീ പഞ്ചായത്തുകളുമുണ്ട്. ഇതൊക്കെ ഇരിക്കട്ടെ, എങ്കിലും മറ്റൊരു റിപ്പോർട്ട് കൂടെ ഇല്ലേ, ഈ രാസമാലിന്യ പുഴ അതിൽ സ്ഥിരീകരണമില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ വിഷപ്പുഴ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇത് കൊച്ചി കോർപ്പറേഷന്റെ മേഖലയിലേക്ക് കൂടി ഒഴുകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യക്കുരുതി മാത്രമല്ലല്ലോ, ഇത് മറികടന്ന് മറ്റ് ആഘാതങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിൽ അടിയന്തരമായി പഠനവും നടപടിയും ആവശ്യമായി വരില്ലേ? തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു വിശദമായ പഠനവും നടപടികളും അതിവേഗത്തിലുള്ള നടപടികളും തന്നെയാണ് ആവശ്യം. ഈ വരാപ്പുഴ, ചേരാനെല്ലൂർ, കടമക്കുടി പഞ്ചായത്തുകളിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. അതേ സമയത്ത് തന്നെയാണ് ഈ കൊച്ചി കോർപ്പറേഷന്റെ മേഖലയിലേക്കും വിഷപ്പുക ഒഴുകിയതായുള്ള റിപ്പോർട്ട് വരുന്നത്. സ്വാഭാവികമായും നഗരപ്രദേശങ്ങളിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഇത്തരത്തിൽ കുടികൃഷി അടക്കം ഉള്ള നടത്തുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ കുടിവെള്ളം അടക്കമുള്ള ജലസ്രോതസ്സുകളെയും എല്ലാം തന്നെ കാര്യമായി ബാധിക്കുന്നത് തന്നെയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെടുമ്പോൾ പോലും അത് വേഗത്തിൽ അത്തരം നടപടികൾ ഉണ്ടാകണം. ഒപ്പം തന്നെ കർശന നടപടികൾ ഉണ്ടാകണം. കാരണം ഈ ഏലൂരിലെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായുള്ള ഒരു സംഭവമല്ല. ഏതാണ്ട് വർഷങ്ങളായി തന്നെ അനുവർത്തിക്കണം അല്ലെങ്കിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇത്തരത്തിൽ രാസമാലിന്യങ്ങൾ കമ്പനികൾ പുറത്തേക്ക് ഒഴുക്കുന്നത്. നടപടികൾ ശക്തമാകുമ്പോൾ മാത്രമാണ് അത്തരം കാര്യങ്ങളിൽ നിന്ന് അവർ പിന്മാറാറുള്ളത്. അപ്പോൾ എപ്പോഴാണോ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനകൾ കുറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷനുകൾ കുറയുന്നത്, അതേ സാഹചര്യത്തിൽ രാത്രി കാലങ്ങൾ നോക്കി ഇത്തരത്തിൽ രാസമാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. ഈ കമ്പനികൾക്ക് ലൈസൻസ് നൽകുമ്പോൾ അടക്കം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകളും നിർദ്ദേശങ്ങളും എന്ന് പറയുന്നത് രാസമാലിന്യങ്ങൾ ഇത്തരത്തിൽ ജലമാർഗങ്ങളിലേക്ക് ഒഴുക്കി വിടരുത്, ജല ആഗമന മാർഗങ്ങൾ ഇത്തരത്തിൽ രാസമാലിന്യങ്ങൾ ഒഴുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കർശനമായി നൽകുകയും അത് അവർ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ രാസമാലിന്യങ്ങൾ വലിയ തോതിൽ ഒഴുക്കുന്നു. അത് മത്സ്യസമ്പത്തിന്റെ തന്നെ കുരുതിക്ക് ഇടവരുത്തുകയും ചെയ്യുന്നു. ഇന്നലെ സംഭവിച്ചതുപോലെ മത്സ്യക്കുരുതികൾ ഇതിന് മുമ്പ് നിരവധി തവണ തന്നെ ഏലൂർ മേഖലയിൽ നടന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതിഷേധം, പൊതുജനങ്ങളുടെ പ്രതിഷേധം, ജനപ്രതിനിധികളുടെ പ്രതിഷേധം എല്ലാം തന്നെ ഉണ്ടാകുമെങ്കിൽ പോലും പിന്നീട് ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടായിരുന്നില്ല. അന്വേഷിച്ച് റിപ്പോർട്ടുകൾ നൽകുമെന്ന് പറയുന്ന ഘട്ടങ്ങളിൽ പോലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്കൊന്നും തന്നെ സാധാരണ കടക്കാറുമില്ല. ഈ പ്രദേശം വ്യവസായ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CCTV ദൃശ്യങ്ങൾ, കാരണം ഇപ്പോൾ അദ്ദേഹം എൻവയോൺമെന്റൽ എഞ്ചിനീയർ അടക്കം അറിയിച്ചിരുന്നത് എല്ലാ ഭാഗത്തും CCTV-കളുണ്ട്, അങ്ങനെ ഒഴുക്കിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുമെന്ന കാര്യമാണ് അദ്ദേഹം പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. രജീഷ് കർണനാണ് വിവരങ്ങൾ നൽകിയത്.